കഴിഞ്ഞ ഒരു 25 കൊല്ലത്തിനിടയിൽ 300 മടങ്ങ് കൂടിയിട്ടുണ്ടെന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതെ, ക്യാൻസർ ആണ്. ഓക്കെ, രേണുസുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നതോട് കൂടിയിട്ടാണ് കുറെ ആളുകൾ വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മൊമോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇവിടെ നിരവധി ഡോക്ടേഴ്സ് പറയുന്ന വീഡിയോസ് നമ്മൾ എല്ലാവരും കാണുന്നുണ്ടാവും. ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഇത്തരം ഇൻഫർമേഷൻസ് വരാറുണ്ട്. പക്ഷെ പല ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. രേണുസുധിക്ക് 15 വയസ്സിൽ ചെറിയ ഒരു ചുവന്ന ഒരു പാട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് ടച്ച് ചെയ്യുമ്പോൾ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടുകാരെ അത് അറിയിച്ചില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് അവരെന്തോ +2 ഡിഗ്രിയോ പഠിക്കുന്ന സമയത്താണ് വീണ്ടും ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ വേദന വരുന്നത്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുന്നത്. വേദന എന്നല്ല, ഒരു ഡൗട്ട് എന്നാണ് അവർ പറയുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത്രേ ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്, അത് എടുത്ത് കളയണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഫാമിലിയോടൊപ്പമാണ് ആശുപത്രി പോകുന്നത്. അതിനുശേഷം ഇവരോട് മാത്രമായി പറഞ്ഞെന്ന രീതിയിലാണ് അവർ പറയുന്നത്. വീട്ടുകാരെ അറിയിക്കണ്ട എന്ന് പറഞ്ഞത്രേ. ആ സമയത്ത് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. അന്ന് ഇത് ബയോപ്സി ഒക്കെ ചെയ്തെടുത്തായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഒരു വേദന കൂടി സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് വേണ്ട എന്ന് വെച്ചു എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ആ സമയത്ത് പരിശോധന നടത്തിയതാണ് കേട്ടോ. അപ്പൊ തന്നെ ഡോക്ടർ പറഞ്ഞതാണ്. അത് രേണുസുധി തന്നെ സമ്മതിക്കുന്നുണ്ട്. അതായത് ഡോക്ടർ പരിശോധന നടത്തി ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അത് ഞാൻ ഫാമിലിയെ അറിയിച്ചില്ല, അങ്ങനെ അത് ഞാൻ കൊണ്ടു നടന്നു എന്ന് അവര് തന്നെ പറയുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്റർവ്യൂ നോക്കിയാൽ മനസ്സിലാവും. അവര് റിവീൽ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതെന്തോ ആവട്ടെ, ഓരോ സമയം ഉണ്ടല്ലോ. രജിത് കുമാർ സാറൊക്കെ പറയുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കേട്ടതല്ലേ. എല്ലാത്തിനും ഇതിൻ്റെതായ സമയമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൊണ്ട് ആർക്കും ഒരു സങ്കടം തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അസുഖം എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യം, ഇത് പാരമ്പര്യമായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഈ അസുഖം വന്നാൽ മാറില്ലേ എന്നൊക്കെ ഒരു സംശയമുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു ഡോക്ടർ കൃത്യമായിട്ട് പറയുന്നുണ്ടെന്ന് കേൾക്കാം. കഴിഞ്ഞ ഒരു 25 കൊല്ലത്തിനിടയിൽ 300 മടങ്ങ് കൂടിയിട്ടുണ്ടെന്നാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ തന്നെ പല ടൈപ്പ് ഉണ്ട്. കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് കാണാം. അപ്പോൾ അത് ഏർലി സ്റ്റേജ് ആണെങ്കിൽ കൂടി ചിലപ്പോൾ അതിൻ്റെ പ്രോഗ്നോസിസ് അത്ര നല്ലതായിരിക്കില്ല. എൻ്റെ ഫാമിലി അങ്ങനത്തെ ഫാമിലി അല്ല, ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും ക്യാൻസർ എന്ന് മോശപ്പെട്ട കാര്യം പോലെ പറയും ചിലർക്ക്. 10 പേർക്ക് ക്യാൻസർ വന്നാൽ അതിൽ ഒരാളെ കാണുള്ളൂ ഹെറിഡിറ്ററി ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ എന്ന്, ബാക്കി 9 പേരുടെ അല്ലാണ്ട് വന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ സത്യം പറഞ്ഞാൽ ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നല്ല ക്യൂർ റേറ്റ് ഉള്ളൊരു ക്യാൻസറാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആൾക്കാരെ ഡോക്ടർമാരുടെ അടുത്ത് എത്തുമ്പോൾ ഇപ്പോഴും സ്റ്റേജ് 3 സ്റ്റേജ് 4 എത്തുന്ന പേഷ്യൻസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ബ്രസ്റ്റിലെ മുഴയെ പറ്റിയിട്ടാണ്. ബ്രസ്റ്റിൽ ഒരു ലംബ് കണ്ടു കഴിഞ്ഞാൽ അത് ക്യാൻസർ എന്ന് ആദ്യം വിചാരിക്കും. 10 പേര് ബ്രസ്റ്റ് ലംബമായിട്ട് വരികയാണെങ്കിൽ 9 പേർക്കും ക്യാൻസർ അല്ലാത്ത മുഴകളായിരിക്കും. നേരത്തെ പീരീഡ് ആവുക, എന്നിട്ട് ആ പീരീഡ് നിൽക്കാൻ വൈകുക, കുട്ടികൾ ഉണ്ടാവാത്ത സ്ത്രീകൾ, പിന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാത്ത സ്ത്രീകൾ, പിന്നെ നമുക്ക് തൊലിപ്പുറത്തുണ്ടാവുന്ന മാറ്റങ്ങൾ, ഓറഞ്ചിന്റെ തൊലി പോലെ സ്കിൻ മാറുക, നിപ്പിൾ ക്രാക്ക്, നിപ്പിൾ ഉള്ളിലേക്ക് വലിയ, പിന്നെ നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് വരാം. ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ആദ്യ സ്റ്റേജിൽ തന്നെ കണ്ടെത്തിയാൽ കുറച്ചും കൂടെ പെട്ടെന്ന് ഈ അസുഖം മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. പല ആളുകളും 4th സ്റ്റേജിൽ എത്തിയിട്ടൊക്കെയാണ് കണ്ടെത്തുന്നത്. ഇപ്പൊ രേണുസുധി പറഞ്ഞ 3ാം സ്റ്റേജ് കഴിഞ്ഞ് 4ലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ രേണുസുധിയുടെ ഭാഗത്ത് വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 15ാം വയസ്സിൽ അങ്ങനെ ഒരു ചെറിയ പാട് കാണുന്നു. അത് കഴിഞ്ഞ് അവർക്ക് കുറച്ച് പക്വത വരുന്ന സമയത്ത് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നു. ഡോക്ടർ അത് എടുത്തു കളയണമെന്ന് പറയുന്നു. എന്നിട്ട് വേദന ഇല്ലാത്തൊരു മുഴയല്ലേ, അതുകൊണ്ട് അത് അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതിനിടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട് കേട്ടോ. ഇവർക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബർമാർ വീഡിയോ ചെയ്ത സമയത്തൊക്കെ അവരതിനെ എതിർത്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിലാണ് സംസാരിച്ചത്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അതാണെന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ യൂട്യൂബർമാര് പുറത്തുവിട്ട കാര്യങ്ങൾ സത്യസന്ധമായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് വന്ന് ഈ ഒരു ഭാഗം ഒന്ന് കേൾക്കണം. ഈ ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ മനുഷ്യരാണ്. നമ്മളിപ്പം 30 കഴിഞ്ഞ സ്ത്രീകൾ, 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എല്ലാ വർഷവും ഞാൻ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ടെസ്റ്റ് ചെയ്തിരിക്കണം. മാമോഗ്രാം, അത് ഏത് വിദഗ്ധ ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം, മാമോഗ്രാം ചെയ്തിരിക്കണം. കാരണം അവർക്ക് സാധ്യത 35 വയസ്സ് കഴിഞ്ഞ്, അതായത് 40 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസറിന് സാധ്യത കൂടുതലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ചെക്ക് ചെയ്യണം. ഞാനങ്ങനെ ചെക്ക് ചെയ്യാറുള്ള സ്ത്രീയാണ്, മനസ്സിലായോ? എന്തുവാകട്ടെ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ പറഞ്ഞിരിക്കും. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞൊന്നും എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതും ഇങ്ങനത്തെ ഒരു വിഷയം. ഓക്കെ,
അവർ ആ ഒരു സമയത്ത് കിടന്ന് ഉരുണ്ട് കളിച്ചതാണ്. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ചിലപ്പോൾ പറയാനുള്ളൊരു ഇത് കാരണം പറയാതിരുന്നതാവും. അത് കാലങ്ങളായിട്ട് നമുക്ക് രേണുസുതി അറിയാലോ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ചെയ്യണം എന്ന് അവർ നിർബന്ധം പിടിക്കുന്നു. ഞാനത് വർഷങ്ങളോളം ചെയ്യുന്ന ഒരു കാര്യമാണെന്നാണ് രേണുസുതി അന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ പോലും ആ ഒരു അസുഖം കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ഓൾറെഡി 15 വയസ്സിന് ശേഷമുള്ള ഒരു ഹിസ്റ്ററി അവർ തന്നെ പറയുന്നുണ്ട്. അവർക്ക് ബോധം വെച്ച കാലം മുതലേ അവർ ഇത് വേണ്ട, ഇത് അവിടെ നിന്നോട്ടെ എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോയതാന്നുള്ളതാണ്. എനിക്ക് വലിയൊരു സംശയത്തൊന്നുമില്ല 15 വയസ്സിൽ കണ്ടെത്തും. അത് കഴിഞ്ഞ് അവർ ഡിപ്ലോമക്ക് പഠിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്ന എടുത്ത് കളയണം എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഒരു വിവാഹം കഴിക്കുന്നത്. കൊല്ലസുതിയുമായിട്ട് പ്രണയത്തിലാവുന്ന, വിവാഹം കഴിക്കുന്ന, അതിലൊരു കുഞ്ഞു ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലൊന്നും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ കുഞ്ഞിന് മുലയൂട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ സമയത്തും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ല, ഓൾറെഡി ഉണ്ട് എന്ന് അവർക്ക് അറിയാം. എടുത്ത് കളയണമെന്ന് പറഞ്ഞൊരു സംഭവമാണല്ലോ. അവിടെ എനിക്ക് ഭയങ്കര ഒരു ഡൗട്ട് തോന്നി. ഒരു സാധാരണക്കാരന് തോന്നുന്ന ഡൗട്ട് മാത്രമാണ്, ഇതൊരിക്കലും കുറ്റപ്പെടുത്താനുള്ള ഒരു ഡൗട്ട് അല്ല കേട്ടോ. അല്ലെ, ഇവര് ഫിസിക്കൽ ഇടപെടലുകളൊക്കെ നടക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് പോലും ഒരു ചേഞ്ചസ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിനെ കുറിച്ച് ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് പഠിച്ചു. ഇനി വേണമെങ്കിൽ ഡോക്ടർ പറഞ്ഞ ഈ വാക്കുകൾ കേട്ടോ കിട്ടും, അത് എങ്ങനെ കണ്ടെത്താന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കും ഡൗട്ട് തോന്നുന്നുള്ളതാണ്. ബാത്റൂമിലെ മിററിന്റെ മുന്നിൽ നിന്ന് നോക്കുക, 2 ബ്രസ്റ്റിന്റെയും സൈസ് നോക്കുക, 2 നിപ്പിളും ഒരേ ലെവലിലാണോ ഏകദേശം നോക്കുക. നമ്മൾ പൾപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് പറയും, ഈ ഒരു ഭാഗം വെച്ചിട്ട് വേണം പരിശോധിക്കാൻ. റിബ് കേജിനെതിരെ ബോണിലേക്ക് പ്രസ് ചെയ്ത് പരിശോധിക്കണം. നിപ്പിള് പ്രസ് ചെയ്ത് എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ക്യാൻസറുകൾ പെയിൻലെസ് ആണ് ടു സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ പെയിൻഫുൾ സാധനങ്ങൾ പൊതുവേ ക്യാൻസർ അല്ല. ക്യാൻസർ പെയിൻ വരുന്ന എപ്പോഴും ക്യാൻസർ അങ്ങ് ലാസ്റ്റ് സ്റ്റേജസിലേക്ക് എത്തുമ്പോഴാണ്. ക്യാൻസർ വന്ന ബ്രസ്റ്റ് കട്ട് ഓഫ് ചെയ്യുക തന്നെ വേണ്ടി വരും. ബ്രസ്റ്റ് ക്യാൻസറും ലിംഫഡേമിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ക്യാൻസറിന് ഒരു ഏജ് ഉണ്ടോ? പ്രായം ക്യാൻസറുമായി ഒരു ബന്ധമില്ല. ഓക്കെ, പ്രായവും ക്യാൻസറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പിന്നെ പാരമ്പര്യമായിട്ട് വരുന്നത് മാത്രമാണ് ഇത്തരം ക്യാൻസർ എന്നുള്ളത് തെറ്റായ ധാരണയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഭക്ഷണവും നമ്മുടെ ജീവിത രീതിയൊക്കെ ഇത് വരുത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ളതാണ്. ക്യാൻസർ പലതരാണെന്നുള്ളല്ലോ. അപ്പോൾ ഓൾറെഡി രേണുസുതിക്ക് അറിയാം ഇത്തരം ക്യാൻസർ കോശങ്ങൾക്ക് വേദനകൾ ഉണ്ടാവില്ല എന്നുള്ളതും, ഇത്ര വയസ്സിൽ അവർക്ക് അത് വന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. എന്നിട്ടും അവരതൊരു ഒന്നുമില്ല, വേദന ഇല്ലല്ലോ എന്ന കാര്യം കൊണ്ട് അത് നീട്ടി വെച്ചു എന്നുള്ളതാണ്. ഇതൊരു ഗുണപാഠമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇത് സ്വയം പരിശോധിക്കാം. ഈ ഒരു വീഡിയോ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ച് നിങ്ങൾ പരിശോധന നടത്തുക. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ അത് സർജറി ചെയ്തെടുത്ത് കളയണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുന്നും പിന്നും ചിന്തിക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ ലൈഫ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. രേണു ഇപ്പോ ലാസ്റ്റ് സ്റ്റേജിൽ വെച്ചിട്ടാണ് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിന് മുന്നേ അവർക്ക് അറിയാം. അപ്പൊ അവര് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ഇന്റർവ്യൂ വെച്ചിട്ടൊന്നും നമ്മൾ അവരെ വിലയിരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അതിന് മുന്നേ തന്നെ അവരിതിനെ റിജക്ട് ചെയ്യുന്നുണ്ട്, അതിന് മുന്നേ അവർക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അവരുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ലൈഫ് ഉണ്ടല്ലോ, ആ ലൈഫ് വെച്ച് കളിക്കരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇത്തരം ഒരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. അവർ പറഞ്ഞതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു അസുഖം എങ്ങനെ കണ്ടെത്തുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഭാഗം കൂടി കേൾപ്പിക്കാം. ഗർഭത്തിന്റെ കുറച്ച് ലക്ഷണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് തന്നെ സ്വയം പരിശോധിച്ച് വളരെ നേരത്തെ തന്നെ ഈ അസുഖം സംശയിക്കാവുന്നതാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്തനത്തിൽ കാണുന്ന മുഴകളാണ്. മുഴകൾ എന്ന് പറയുമ്പോൾ അത് വേദനയുള്ളവയും വേദനയില്ലാത്തവയും ഒക്കെ ഉണ്ടാകാം. ഏത് മുഴയാണെങ്കിലും അത് സ്തനാർബുദമല്ല എന്ന് നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ പരിശോധനകൾ വഴി സ്ഥിരീകരിക്കുകയോ അല്ലെങ്കിൽ അല്ല എന്ന് ഉറപ്പുവരുത്തുകയോ ചെയ്യണം. അതോടൊപ്പം തന്നെ സ്തനത്തിൻ്റെ ഞെട്ടികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞെട്ടികൾ ഉള്ളിലേക്ക് വലിയുകയോ അല്ലെങ്കിൽ ഞെട്ടിയിൽ നിന്ന് രക്തം പോവുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് ക്യാൻസറിൻ്റെ തുടക്കമാകാം. കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ സ്തനത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം, സ്തനത്തിൻ്റെ തൊലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, തൊലി ചുളിയുകയോ തൊലിയിൽ കുത്തുകൾ വരികയോ പാടുകൾ വരികയോ അല്ലെങ്കിൽ തൊലി കുഴികൾ മാതിരി രൂപാന്തരപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന, പ്രത്യേകിച്ചിട്ടും ഓറഞ്ചിൻ്റെ തൊലി പോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പരിശോധനകൾ ചെയ്യണം. സ്തനത്തിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങൾ മിക്ക സ്ത്രീകളിലും കാണാറുണ്ട്. പക്ഷേ വലിയ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കക്ഷത്തിലുള്ള ചെറിയ മുഴകളോ അല്ലെങ്കിൽ കൈക്ക് കൂടുതൽ വണ്ണം കൂടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും സ്തനാർബുദത്തിൻ്റെ പരിശോധനകൾ ചെയ്യണം. അപ്പോൾ ഓർക്കുക, സ്തനത്തിൽ ഉണ്ടാകുന്ന ഏത് മാറ്റവും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതെ, അത് ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവരും. ഇപ്പോൾ നമുക്ക് അമ്മവങ്ങന്മാരൊക്കെ ഉള്ളതാണ്. അവർക്കൊക്കെ ഇങ്ങനെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് അങ്ങനത്തെ സിംറ്റംസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. ഡോക്ടറെ കാണിച്ച് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. രേണുവിന് വലിയൊരു അബദ്ധം പറ്റിയതാന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. ആ അസുഖം വന്ന അതേ ഭാഗം തന്നെയല്ലേ കാണിച്ചു കൂട്ടിയത് ഈ സബ്ബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്.
ഇപ്പൊ രജിത് കുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ നല്ല പ്രാക്ക് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അതൊന്നും നമ്മൾ തള്ളിക്കളയരുത്. അദ്ദേഹമൊക്കെ ആധികാരികമായിട്ട് തന്നെയാണ് ആ വിഷയത്തെ സംസാരിച്ചത് എന്നുള്ളതാണ്. ഇപ്പൊ തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഉണ്ടാവുന്ന ഇത്തരം സിംറ്റംസ് അത് സിമ്പിളായിട്ട് അത് ചെറുതാ എന്ന് തള്ളിക്കളയരുത്. അതിന്റെ ഗൗരവം മനസ്സിലായിട്ടും അതിങ്ങനെ കൊണ്ടു നടന്ന വലിയ അപകടങ്ങളാണെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ചെറിയ സിംറ്റം കാണുമ്പോൾ അത് ചെറുതാണെന്ന് നോക്കുകയാണ്. ഡോക്ടറെ കാണിക്കടോ, എന്തിനാണ് ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നത്? ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ എന്നോട് കുറെ ആൾക്കാർ പറയും ഈ പല്ലൊന്ന് നേരാക്കിക്കൂടെ എന്നുള്ളത്. നേരാക്കാൻ പൈസ ഇല്ല എന്നിട്ടൊന്നുമല്ല, അത് അവിടെ നിൽക്കട്ടെ എന്നുള്ള ധാരണ കൊണ്ട് വെച്ചാന്നുള്ളതാണ്. ചില ആളുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ചെരുപ്പിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുടിയിൽ എക്സ്റ്റൻഷനോ എന്തൊക്കെ ആഡ് ചെയ്യാൻ പൈസ ഉണ്ട്, കോസ്മെറ്റിക് ഐറ്റംസ് വാങ്ങാൻ പൈസ ഉണ്ട്, കാറ് വാങ്ങാൻ പൈസ ഉണ്ട്, പല്ല് നേരാക്കാനൊക്കെ പൈസ ഉണ്ട്. പക്ഷെ അസുഖം വരുന്ന സമയത്ത് അത് ചികിത്സിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയ ഒരു കാര്യത്തിനെ അവരത് നിസാരമായിട്ട് കണ്ടു. അത് നിസാരമായിട്ട് കാണരുത്. ഇപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് കേൾക്കുന്നത്. അപ്പൊ തന്നെ ഞാനത് രേണുവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കാര്യമാണ്. ഫസ്റ്റ് സ്റ്റേജിൽ അവർ കണ്ടെത്തിയതാണ്. പക്ഷെ 4ാം സ്റ്റേജ് വരെ അവർ കാത്തിരുന്നു. അവരുടെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. അത് ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിസാരവൽക്കരിച്ച് കാണരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുണ്ട്, നിങ്ങളുടെ അമ്മ, പെങ്ങന്മാര്, മക്കളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചികിത്സിപ്പിച്ച് മാറ്റും. തീർച്ചയായിട്ടും മാറ്റും. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് ദൂരത്തിന് വേണ്ടിയിട്ടൊന്നും പൈസ ചെലവഴിക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ രേണുസുധിയുടെ സ്റ്റോറി ഞാൻ കണ്ടു. സീക്രട്ട് ഏജന്റ് അവിടെ വീട്ടിൽ വന്നിരുന്നു എന്നും അവര് ആ വാക്ക് പാലിച്ചു എന്നുള്ളത്. അത് സീക്രട്ട് ഏജന്റ് പൈസ കൊടുക്കാന്ന് പറയുന്നത് സീക്രട്ട് ഏജന്റ് കൊടുത്തു എന്നുള്ളത്. ഇപ്പൊ 2 സ്റ്റോറി കണ്ടു. പിന്നെ അവരുടെ വീഡിയോസ് ഞാൻ നിരന്തരം എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അസുഖം വന്ന ആളുകളാണ്. ഇതൊക്കെ മറികടന്ന് പോകാൻ അവർക്ക് സ്ട്രെങ്ത് കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതിലൂടെ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ കീമോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മളിതൊന്നും കാണാതിരിക്കുന്നില്ല, നമ്മളിതൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം രേണുസുധി ഇന്നോ ഇന്നലെയോ മാത്രമായിട്ടുള്ളൊരു സംസാര വിഷയത്തിൽ വന്നതല്ല, അത് കാലങ്ങളായിട്ടുള്ളതാണ്. അതിന്റെ ഇടയിൽ അൽത്ത് വ്ളോഗ് സാനിയ അയ്യപ്പന്റെ ഒരു ബിക്കിനി ഫോട്ടോ കാണിച്ചിട്ട് രേണുസുധി ഇങ്ങനത്തെ വല്ലത് ഇട്ടിട്ടുണ്ട് സന്ദീപ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പൈസ തരാന്നുള്ളത് അവനൊരു ഉളുപ്പില്ല എന്ന് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം അവനാണ് എന്നെക്കാൾ കൂടുതൽ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാം വഴിയും പോയിട്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയത് രേണുസുധിക്കെതിരെ എന്നുള്ളതാണ്. ഒറ്റയടിക്ക് അവൻ അങ്ങ് മാറി. അത് എന്തുണ്ടായിക്കോട്ടെ. പക്ഷെ അവന് ഞാൻ മറുപടി കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇല്ല, ഈ വീഡിയോന്റെ ഒരു സൈഡിൽ അത് കിടന്നോട്ടെ, അത്രേ പറയുന്നുള്ളൂ. സാനിയ അയ്യപ്പനൊക്കെ നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്? അവരെ തുടക്കം മുതലേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. രേണുസുധി അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണക്കാരിയായിരുന്നു. സാധാരണക്കാരിയായിട്ട് മുന്നോട്ട് വന്നു, കൊല്ലം സുധിയുടെ ഭാര്യയായി. അതിനുശേഷം അവരെ ചെറിയ രീതിയിൽ അറിയപ്പെടുന്നു. കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് അറിയപ്പെടുന്നു. പിന്നീട് അവർ കാണിച്ച താണ്ഡവങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. ആ ഒരു കാലയളവിൽ അവർ വന്ന രീതികളാണ് ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. അവർ ഇഷ്ടപ്പെട്ടിരുന്ന രേണുസുധി ഒരു സാധാരണക്കാരിയും ആയിരുന്നു, ഒരു പാവമായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നു, വെല്ലുവിളികൾ വരുന്നു, ശരീര പ്രദർശനങ്ങളിലേക്ക് കടക്കുന്നു. ഇതേപോലെയല്ല സാനിയ അയ്യപ്പൻ വന്നിട്ടുള്ളത്. അതൊക്കെ ആ പയ്യനോടൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ട. അതിനിടയിൽ ഒരാൾ എനിക്ക് കമന്റ് ഇട്ടിരിക്കുക, സണ്ണി ലിയോയെ കുറിച്ചിട്ട് താങ്കൾ എന്താ പറയാത്തത് എന്നുള്ളത്. സണ്ണി ലിയോയെ കുറിച്ചിട്ട് ഞാൻ എന്ത് പറയാനാണ്? സണ്ണി ലിയോയെ എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്? സണ്ണി ലിയോൺ നേരെ വരുന്നത് പോൺ വീഡിയോയിലൂടെയാണ്. അങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. മറ്റുള്ള ആളുകളെ അങ്ങനെ കമ്പയർ ചെയ്യരുത്, വിഡ്ഢിത്തരാണെന്നുള്ളതാണ്. ഈ രേണുസുധിയുമായിട്ട് മറ്റുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം അവർ വന്ന സ്റ്റേജ് അങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊക്കെ വിട്ടുകള. അതൊക്കെ ഇനി കുത്തിപ്പോക്കാൻ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ എന്റെ നിലപാടിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ അതേപോലെ തന്നെ കിടക്കട്ടെ. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഞാൻ ഈ വീഡിയോ കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ ചെറിയ സിംറ്റംസും കാര്യങ്ങളൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡോക്ടറെ കാണുക, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.